എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചന മസാല. അപ്പോൾ ചന എന്ന് പറയുമ്പോൾ വെള്ളക്കടലയാണ്, അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള ഒരു വെള്ളക്കടല. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായ ചപ്പാത്തി ആയാലും അതുപോലെ പൂരി, പത്തിരി, പൊറോട്ട ഇതൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് എരിവുണ്ട്, അതുപോലെ തന്നെ നമ്മൾ തക്കാളി കുഴപ്പമില്ലാതെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുളിയുണ്ട്, പിന്നെ മല്ലിയിലൊക്കെ വിതറി അതിൻ്റെ ഒരു മണവും എല്ലാം കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വളരെ വ്യത്യസ്തമായ കുറേ ഓരോ രുചികളുടെ ഒരു കോമ്പിനേഷനാണെന്ന് പറയാം. അപ്പോൾ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് രുചികരം ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് ചനയായിരുന്നു എടുത്തിരുന്നത്. അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഞാൻ 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവാളയാണ്. ഞാൻ ഒരു ചെറിയ സവാള, ഈ തരത്തിലുള്ള ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ പച്ചമുളക്, ഈ ഒരു വലുപ്പം വരുന്ന ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് എല്ലാം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ അളവ് ആദ്യം പറയാം, എത്രയാണ് എടുക്കുന്നത് എന്നുള്ളത് ആദ്യം പറയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ഏലക്ക, ഒരു 3 ഗ്രാമ്പൂ, അതുപോലെ ചെറിയൊരു കഷ്ണം പട്ട, പിന്നെ കുറച്ച് മല്ലിയില വേണം, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ചന ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിൽ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ചന കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ നിന്ന് കുറച്ചുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വേറെ ഒന്നും ഈ സമയത്ത് ചേർക്കുന്നില്ല. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാനിത് വേവിച്ചെടുക്കാൻ പോവാണ്. ഒരു നന്നായിട്ടൊന്ന് വേവ് തന്നെ വേണം, അതുകൊണ്ട് ഒരു 3-4 വിസിൽ എന്തായാലും എടുക്കും. അപ്പോൾ ഇത് ഞാൻ വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പം ചന വേവിക്കാൻ വെച്ചു. ആ ഒരു സമയത്ത് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന സവാള, അതുപോലെ തന്നെ ടൊമാറ്റോ, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കുകയാണ്. അതായത് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് അരച്ചെടുക്കുക, ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. അതുപോലെ തന്നെ തക്കാളി, പിന്നെ ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒരുമിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാൻ കൂടി ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പം സവാള, അതുപോലെ തന്നെ തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചന ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ, 2 മുതൽ 3 വരെ എടുക്കാം, ഏകദേശം ഇത്ര ഞാൻ മാറ്റി വെക്കുവാണ്. ഇതൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ഒന്ന് അരച്ചെടുക്കും. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പൂ, പട്ട, അതുപോലെ ഏലക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പം സവാള അരച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് വറ്റി ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം, പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നന്നായിട്ട് വഴറ്റണം. ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുത്തു. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളകും കൂടി ഒന്ന് ചതച്ച് വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബാക്കി പൊടികളൊക്കെ ചേർക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചന വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റുകയാണ്. ഈ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം, ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം ഇത്. അപ്പോൾ പൊടികളുടെ ആ ഒരു മണമൊക്കെ മാറി, പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വാടി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചന ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് അരച്ചു വെച്ചിട്ടുണ്ട്, പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചന ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്.
നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സായി. ഇനി നമ്മൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഗ്രേവി നല്ല ഒരു തിക്കായിട്ട് വരണം. അപ്പോൾ അതുവരെ നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒന്ന് സിമ്മിൽ വെക്കാൻ പോവാണ്. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ കുറച്ച് വേവിച്ച ചാന ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് ഗ്രേവി ഒന്ന് തിക്കാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് തിളച്ച് വരണം. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഇടാം. അപ്പോൾ ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഇവിടെ ചന മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് എന്താ പറയുക ലൂസായിട്ടുള്ള ഗ്രേവി ഒന്നുമില്ല, കുറച്ചൊരു കട്ടിയായിട്ടാണ് ഉള്ളത്. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ തക്കാളിയും എല്ലാം ചേർക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് എരിവും അതുപോലെ തക്കാളിയുടെ പുളിപ്പുണ്ട്. പിന്നെ അവസാനം കുറച്ച് മല്ലിയിലയും വെതറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും എല്ലാം കൂടി എന്താ പറയുക ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.